അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു. ഈ ചൈനയെ പുകഴ്ത്തിക്കൊണ്ടും ഭാരതത്തെ ഇകഴ്ത്തിക്കൊണ്ടും രാഹുൽ സംസാരിക്കുന്നത് ഇത് ആദ്യത്തെ തവണയല്ല. കഴിഞ്ഞ സെപ്റ്റംബറിൽ അമേരിക്കയിൽ നടത്തിയ രാഹുലിൻ്റെ പ്രസംഗം, വാഷിംഗ്ടൺ DC-യിൽ രാഹുൽ നടത്തിയ പ്രസംഗം വളരെയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതാണ്. ഉൽപ്പാദന രംഗത്ത് ചൈന അവരുടെ കഴിവുകൾ തെളിയിച്ചു, ഭാരതത്തിൻ്റെ നയങ്ങൾ പരാജയപ്പെട്ടു. ഈ അമേരിക്കയിലടക്കം ഭാരതത്തെ അതിനിശ്ചിതമായി വിമർശിക്കുകയും മോശക്കാരാക്കുകയും ചെയ്യുന്ന ഒരു സമീപനം പാർലമെന്റിൽ രാഹുൽ ആവർത്തിച്ചു. അതല്ലേ ശരി? അല്ല, നമ്മൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു ഹാബിറ്റായിട്ട് തന്നെ കാണണം. നമ്മൾ തീർച്ചയായിട്ടും കേൾക്കാം. നമുക്ക് ഇതിൻ്റെ കുറച്ച് കാലം മുൻപേ ഉള്ള ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാം. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അധികാരം കിട്ടാത്തതിൻ്റെയും പ്രധാനമന്ത്രിയാകാൻ പറ്റാത്തതിന് ഫ്രസ്ട്രേഷനാണ്. രാഹുൽ ഗാന്ധിയുടെ തന്നെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള അല്ലെങ്കിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബഹുമാനായ ശ്രീ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ പത്രങ്ങളെ കാണുന്ന സമയത്ത് ഇതേ ഒരു വേഷം കെട്ട് അന്ന് നമ്മൾ കണ്ടതാണ് അല്ലേ. കയറി വരുന്നു, കീറിക്കളയുന്നു. ഓനെ AICC ഓഫീസിൽ കീറിക്കളയായിരുന്നില്ല, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ട് കീറിക്കളയായിരുന്നില്ലേ. അപ്പം ജനങ്ങളുടെ മുമ്പിൽ 10 പേര് ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ എന്നിലേക്ക് തന്നെ എല്ലാവരും കാണാൻ വേണ്ടിയുള്ള ചില ശ്രദ്ധ തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസങ്ങൾ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ചില നാടകങ്ങൾ, ചില ആംഗ്യങ്ങൾ. ഒരു ദിവസം പ്രധാനമന്ത്രി പോയി ഉമ്മ വെക്കണ കണ്ടില്ലേ, വേറൊരു ദിവസം കണ്ണടിച്ച് കാണിച്ചു കൊടുത്തില്ലേ. ഇതേപോലെയുള്ള ഒരു ബാലിശമായ കാര്യങ്ങൾ ഈ മനുഷ്യൻ കാണിച്ചു തുടങ്ങിയിട്ട് എത്ര കാലമായി. പിന്നെ ഇപ്പോൾ ഈ സോറോസ് മുതലാളി കൊടുത്ത പൈസ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ, അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങൾക്കനുസരിച്ചല്ലേ സാർ ഇവിടെ പെരുമാറണേ. ആദ്യം സാറിൻ്റെ നയം എന്തായിരുന്നു? ആദ്യം സാർ ഇതേപോലെ ഒരു പുസ്തകം പിടിച്ച് നടന്നു. എന്താണ്? ഭരണഘടനയാണ് എന്ന് പറഞ്ഞ് ഭരണഘടന. ഈ ഭരണഘടനയെ വഞ്ചിച്ചതാരാണ്? അവൻ്റെ മുത്തശ്ശിയാണ്. ഏറ്റവും കൂടുതൽ ഭരണഘടനയെ ചവിട്ടി മതിച്ചത് ആരാണെന്ന് പോലും അറിയാതെ അതാണെന്ന് പറഞ്ഞ് നടന്നു. BJP ഒരു കാരണവശാലും ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല. അത് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കണം, അതേപോലെ തന്നെ ഇവിടെ കൊണ്ടു നടക്കാം. അപ്പോൾ അത് സാധ്യമാകില്ല. പിന്നീട് ജയിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരാളെ കൊണ്ട് വൈസ് പ്രസിഡന്റിനെതിരെ കോക്രൈ കാണിക്കുക എന്ന് പറഞ്ഞ മിമിക്രി കാണിക്കുക പുറത്ത് പരിപാടി നടത്തിയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ബഹുമാന്യയായിട്ടുള്ള രാഷ്ട്രപതിയെ ഒരു നാടിൻ്റെ ഒരു രാജ്യത്തിൻ്റെ പ്രഥമ വനിതയെ ഇപ്പം എന്താ പറഞ്ഞത്? അത് ഇദ്ദേഹത്തിൻ്റെ അമ്മ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു കുടുംബപരമായിട്ടുള്ളൊരു തെറ്റായിട്ടാണ് എനിക്ക് കാണുന്നത്. പിന്നെ ഈ ചൈന സ്ഥലം കയ്യേറിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അത് പോയിട്ട് നെഹ്റുവിനോട് പറയണം, നമ്മളോടല്ല പറയേണ്ടത്. ആ കാലഘട്ടത്തിലാണ് അതുണ്ടായിട്ടുള്ളത്. അന്ന് പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് അവർ ചൈനക്ക് സ്ഥലം വിട്ടുകൊടുക്കുന്നു 58 62 എന്നാണ് എനിക്ക് അതിൻ്റെ വിശ്വാസമുള്ളത്. ബ്രിഡ്ജ് പണിയിലും കൊടുക്കലും കാര്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ കയ്യേറിയതൊക്കെ ഒന്നും നെഹ്റുവിനോടാണ് പോയി പറയേണ്ടത്. അത് നമ്മളോടല്ല. നരേന്ദ്രമോദിയുടെ മക്കട്ട് കയറിയിട്ട് എന്താണ് കാര്യം? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനെക്കുറിച്ചൊന്നും പഠിക്കില്ല, ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായി അറിവും കാര്യങ്ങളും ഒന്നും നേടിയെടുക്കാൻ ശ്രമിക്കില്ല. 4 ആളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുക, അനാവശ്യം പറയുക. അമേരിക്കയിലേക്ക് വിദേശകാര്യമന്ത്രി പോകുന്നത് അത് പ്രധാനമന്ത്രിയെ ക്ഷണിപ്പിക്കാനാണെന്ന് പറയും. അപ്പോൾ സ്വന്തം രാജ്യത്തിലെ നേതാക്കന്മാരെ, സ്വന്തം രാജ്യത്തിൻ്റെ അധികാര ശ്രേണിയിലിരിക്കുന്ന മഹത് വ്യക്തികളെ അന്യരാജ്യത്ത് പോയിട്ട് പുച്ഛിക്കുക, അത് കളിയാക്കുക, അതിന് 5 കയ്യടി കടിക്കുക, എന്നിട്ട് അത് വന്നിട്ട് വലിയ സംഭവമാണെന്ന് പറയുക. അതുകൊണ്ടാണ് കൃത്യമായി പറയാം 3ാം തവണയും ഹീറോ പ്രതിപക്ഷത്തിരുന്ന് കരയേണ്ടി വരുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. നരേന്ദ്രമോദി സർക്കാർ നേതൃത്വം നൽകി ഈ അധികാരത്തിൽ കയറിയതിന് ശേഷം ഇങ്ങോട്ടുള്ള ഓരോ സമയങ്ങളും നമ്മളിതിനൊന്നും ഒരു കാരണവശാലും മൈൻഡ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അതിനുള്ള വിലയെ കൊടുക്കേണ്ടതുള്ളൂ. ബഹുമാനായിട്ടുള്ള നമ്മുടെ നിരീക്ഷകൻ അദ്ദേഹം ഒരു കാര്യം കൂടി അദ്ദേഹം പറയേണ്ടതായിരുന്നു. എന്താണ്? ബാലിശമായിട്ടുള്ള ചിന്താഗതിയുള്ള ആളുകൾക്ക് ചേർന്ന കസേരയല്ല പ്രതിപക്ഷ നേതാവ് എന്ന് പറയപ്പെടുന്നത്. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അതിന് കുറച്ച് പക്വത വേണം, അതിന് ഒരു ശൈലിയുണ്ട്, അത് പെരുമാറേണ്ട ഒരു രീതിയുണ്ട്. സ്വാഭാവികമായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ ആ പാർലമെൻറ്റിൽ ഒരു കാര്യം പറയുമ്പോൾ ജനപ്രതിനിധികളുടെ സഭയല്ലേ. ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാവിധ മേഖലയിലും പെട്ട ആളുകൾ, ജനങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തികൾ വന്നിരിക്കുന്ന ഒരു സ്ഥലത്ത് ആ ജനപ്രതിനിധികൾ വന്നിരിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടയില്ല വെടിവെക്കുകയാണെന്ന് അവിടെ ഇരുന്നിട്ട് ടക വെച്ചിട്ട് അതിന് അതിൻ്റെ തെളിവുകൾ എന്താ? അല്ലെങ്കിൽ അതിന് ഔദ്യോഗികമായ വല്ല രേഖകളുണ്ടോ? അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാവുന്ന എന്തെങ്കിലും രേഖകളുണ്ടോ? ഒന്നുമില്ല. കവലപ്രസംഗം നടത്തുന്ന ജാതി വെച്ച് കലക്കാണ്. എവിടെയാണ്? പാർലമെൻറ്റിൽ. അപ്പം
പാർലമെൻറ്റിൽ എന്ത് പറയണം, മൈതാനത്ത് എന്ത് പറയപ്പെടണം, പാർട്ടി മീറ്റിങ്ങിൽ എന്ത് പറയപ്പെടണം എന്നുള്ള കൃത്യമായിട്ടുള്ള വേർതിരിച്ചുള്ള ബോധ്യമോ ഒന്നും ഉണ്ടായിട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനങ്ങളുമായി സംവദിക്കുന്നത് ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടല്ല. ഞങ്ങൾ ജനങ്ങളുമായി സംവദിക്കുന്നത് ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി കൃത്യമായി തന്നെ ഇന്ന് പാർലമെൻറ്റിൽ പറഞ്ഞു, ഞങ്ങൾ 12 കോടി ജനങ്ങൾക്ക് അവരുടെ സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ എത്ര കോടി ജനങ്ങൾക്ക് പൈപ്പ് വഴി വെള്ളം കൊടുക്കാൻ ഉള്ള സൗകര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ ആയുഷ്മാൻ ഭാരത് പദ്ധതികൾ കൊണ്ടുവരുന്നു. ഞങ്ങൾ യുവാക്കളുടെ കൈപ്പിടിച്ചുയർത്താനുള്ള ശ്രമം നടത്തുന്നു. ഞങ്ങൾ മധ്യവർഗ, അടിസ്ഥാനവർഗ വിഭാഗത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ഭരിക്കുന്നവൻ്റെ ഒരു 100% ഉത്തരവാദിത്തമാണ് ഭരിക്കപ്പെടുന്നവൻ്റെ ജീവിത മാർഗം രക്ഷപ്പെടുത്തുക എന്നുള്ളത്. അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങളിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അവിടെ അതിലേറ്റവും കൂടുതൽ വിരളി പൂണ്ടുകൊണ്ടാണ്, സ്വാഭാവികമായിട്ട് അറിയാലോ, അവനവൻ്റെ ഒരു പൊന്തിച്ച കുടക്കീഴിലായിരുന്നല്ലോ ഈ ആപ്പ് എന്ന് പറയപ്പെടുന്ന മുന്നണി. ആരുടെ കൂടെയായിരുന്നു? ആം ആദ്മി പാർട്ടി. ഈ 8 മാസം മുൻപ് ഈ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെ മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്ന സമയത്ത് രാഹുൽ കലകിടുന്ന കലക്കെന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാവിനെ കൊണ്ട് തന്നെ ആദ്യം പരാതി കൊടുപ്പിച്ചതിന് ശേഷമാണ് ഈ സാഹോദര്യം ഉണ്ടായതും ഈ സ്നേഹം ഉണ്ടാകുന്നതും. ആ മോദിജിക്കെതിരെയും BJPക്കെതിരെയും മാഞ്ഞു കലക്കുകയായിരുന്നു. അവസാനം ഡൽഹിയിൽ എന്താ ഉണ്ടായത്? അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അങ്ങനെ പഠിച്ചിട്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. നരസിംഹറാവുവിനോട് ഇദ്ദേഹം കാണിച്ച പ്രവൃത്തി എന്താണെന്നറിയാം, ഇദ്ദേഹത്തിൻ്റെ കുടുംബം കാണിച്ച രീതി എന്താണെന്നറിയാം. പ്രധാനമന്ത്രിയായിരുന്നല്ലോ, കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ. അതിനുശേഷം മൻമോഹൻ സിംഗിനോട് കാണിച്ച രീതി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതൊക്കെ അവരുടെ ഒരു കുടുംബപരമായിട്ടൊരു കാര്യമാക്കി വെച്ചിരിക്കുകയാണെന്ന് ബഹുമാനായ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ മ്യൂസിയം സംരക്ഷിച്ച് കുടുംബ സ്വത്താക്കി കൊണ്ടുപോകുന്ന ശൈലി പോലെ ഇതൊക്കെ അവനവൻ പറഞ്ഞ മറ്റുള്ളവരൊക്കെ കേട്ടോളും, എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല, ഞാനും എൻ്റെ അമ്മയും അനിയത്തിയും മുത്തശ്ശനും ഒക്കെ അടങ്ങുന്ന ഒരു ട്രസ്റ്റായിട്ട് ഇതിനെ കൊണ്ടു നടക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നതുകൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിരുന്നു എന്ന് അടുത്ത 5 വർഷങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്ത് ജനങ്ങൾ പറയേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് അതിൻ്റെ 16 അടിയന്തരം കഴിക്കേണ്ട എല്ലാ ഉത്തരവാദിത്വം ഈ രാഹുൽ എന്ന് പറയപ്പെടുന്ന നേതാവ് ഏറ്റെടുത്തോളും. കാരണം അദ്ദേഹം ഇങ്ങനത്തെ പ്രസംഗങ്ങൾ തുടരട്ടെ. മറ്റു രാജ്യങ്ങളിൽ പോയി സ്വന്തം രാജ്യത്തെ കുറ്റം പറയുന്ന ഉല്ലാസ് ബാബു പറഞ്ഞു വെക്കുന്നത് അഡ്വക്കേറ്റ് സേനാപതി വേണു, കോൺഗ്രസിന്റെ ഉദകക്രിയ ചെയ്യാൻ ഒരുപക്ഷെ രാഹുലായിരിക്കും ഉണ്ടാകുക.